ആപ്പിൾ മാസ് കാണിച്ചങ്ങനെ മാസിമോടെ കയ്യിൽ നിന്ന് മാസായ ഒരു പണി ഏറ്റുവാങ്ങിയിരിക്കുവാണ്. യെസ് ഗൈസ്, ആപ്പിൾ ഈസ് സ്ക്രൂഡ്. ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച് സീരീസ് 9 ആപ്പിൾ വാച്ച് അൾട്രാ 2 ഇനി മുതൽ ആപ്പിളിന് വിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഫോഴ്സ് ചെയ്ത് അവരുടെ സെയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഗൈസ്, ഈവൻ ആപ്പിളിന്റെ വെബ്സൈറ്റിൽ പോലും കറന്റ്ലി അൺഅവൈലബിൾ ആണ് സാധനം. സോ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഇത്ര മനോഹരമായ പണി ആപ്പിൾ എങ്ങനെയാണ് വാങ്ങിക്കൂട്ടിയത്? സിമ്പിൾ ആയി പറഞ്ഞുതരാം. സംഭവം വേറൊന്നുമല്ല, ആപ്പിൾ വാച്ചിനകത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പുതിയ സീരീസ് ആപ്പിൾ വാച്ചുകളിൽ നമ്മുടെ ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ SpO2. സോ നമ്മുടെ വാച്ചിന്റെ പുറകിലായിട്ട് SpO2 മെഷർ ചെയ്യാനായിട്ട് ഒരു സെൻസർ ഉണ്ട്, നമ്മുടെ ചുവപ്പ കളർ ലൈറ്റ് കത്തി കിടക്കുന്ന സെൻസർ. സോ സംഭവിച്ചത്, ഈ സെൻസർ ആപ്പിളിൻ്റെതാണ് എന്ന് പറഞ്ഞ് ആപ്പിൾ വിൽക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് ആപ്പിളിൻ്റെ അല്ല. സോ ആപ്പിളിൻ്റെതാണ് എന്ന് പറഞ്ഞ് ആപ്പിൾ വാച്ചിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന ഈ ഒരു സെൻസർ സത്യം പറഞ്ഞാൽ മാസിമോ എന്ന് പറഞ്ഞൊരു കമ്പനി, ഹോസ്പിറ്റലുകൾക്കും മെഡിക്കൽ ടെക്നോളജി പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന കമ്പനി പേറ്റന്റ് എടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ആപ്പിൾ ഒരു കാര്യമില്ലാതെ അവരെ പെർമിഷൻ പോലും എടുക്കാതെയാണ് ആപ്പിൾ വാച്ചിൽ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുള്ള സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മാസിമോയും ആപ്പിളും തമ്മിൽ തുടങ്ങിയ അടി ഇന്നും ഇന്നലെ ഒന്നുമില്ല, കഴിഞ്ഞ 3 കൊല്ലമായിട്ടുണ്ട്. ആദ്യത്തെ കേസ് മാസിമോ 2020 ഫയൽ ചെയ്തത്. അങ്ങ് കാലിഫോർണിയയിലുള്ള US ഡിസ്ട്രിക്ട് കോർട്ടിലാണ് ഏറ്റവും ആദ്യം മാസിമോ ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ഒരു കേസ് ഫയൽ ചെയ്തത്. അൺഫോർച്ചുനേറ്റ് ഫോർ മാസിമോ, ആ ഒരു കേസ് മാസിമോ തോറ്റു. പക്ഷെ ആപ്പിൾ ചെയ്യുന്നത് തെണ്ടിത്തരമാണെന്ന് മാസിമോയ്ക്ക് മനസ്സിലായതുകൊണ്ട് വീണ്ടും കേസ് കൊടുത്തു. 2021 US ഇന്റർനാഷണൽ ട്രേഡ് കമ്മീഷനിലാണ് കേസ് കൊടുത്തത്. ആൻഡ് ആ കേസ് കൊടുത്തതിൽ ആപ്പിളിന് പാളി. യെസ്, ആ ഒരു കേസ് ആപ്പിൾ പൊട്ടിയതോടുകൂടി ഈ ഒരു US ITC, എടോ ആപ്പിൾ ഇനി മുതൽ നിങ്ങളുടെ ചൈനയിലുള്ള ആ ഒരു മാനുഫാക്ചറില് അവിടെ നിന്നും ആപ്പിൾ വാച്ചിന്റെ സീരീസ് 9 അതേപോലെ അൾട്രാ 2 ഇമ്പോർട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിന്റെ അടപ്പ് തെറിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ഇമ്പോർട്ട് അങ്ങോട്ട് ബാൻ ചെയ്തു. എന്ന് മാത്രമല്ല സീരീസ് 9 ആപ്പിൾ വാച്ച് അൾട്രാ 2 വിൽക്കണ്ട എന്ന് പറഞ്ഞും ബാൻ ചെയ്തു. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ആപ്പിളിന്റെ സൈറ്റിൽ ഇത് ഇന്നലെ ക്രിസ്മസിന് മുന്നത്തെ ദിവസം 24 ഡിസംബറിൽ വന്നേക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് കാണണം. എന്റെ പൊന്നു, ഇനി മുതൽ ബ്ലഡ് ഓക്സിജൻ സെൻസറുള്ള ആപ്പിൾ വാച്ചുകളൊന്നും ഞങ്ങൾ വിൽക്കുന്നില്ലേ എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് അതിന് മുന്നേ വന്ന നമ്മുടെ ആപ്പിൾ വാച്ച് SE ഒക്കെ ഇല്ലേ, ഇതൊക്കെ വാങ്ങിക്കാം, അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും. സോ ആപ്പിൾ ഒഫീഷ്യലി അവരുടെ സൈറ്റിൽ സെല് ചെയ്യുന്നില്ല എങ്കിലും പല റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഓൾറെഡി ആപ്പിൾ വാച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ വിൽക്കാനായിട്ട്. അവർക്കൊക്കെ ഓൾറെഡി അവർ മേടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വിറ്റ് തീർക്കാനായിട്ട് പറ്റും, പക്ഷെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല. സത്യത്തിൽ പണി കിട്ടിയിരിക്കുന്നുണ്ടല്ലോ ഈ ഒരു ആപ്പിൾ വാച്ച് സീരീസ് 9 അതേപോലെ അൾട്രാ 2 എടുത്തവന്മാർക്കാണ്. സോ ഈ 2 വാച്ചുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ക്രീൻ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൻ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയില്ലേ, അത് നടക്കൂല. അതായത് ബ്ലഡ് ഓക്സിജൻ സെൻസറുമായിട്ട് ബന്ധമില്ലാത്ത റിപ്പയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്ത് റീപ്ലേസ് ചെയ്ത് കിട്ടില്ല. ഈ ഒരു നൂലാമാലയിൽ നിന്നും ആപ്പിൾ ഒഴിയാനായിട്ട് 2 വഴിയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന സീരീസ് 9 അൾട്രാ 2 വാച്ചുകളും തിരിച്ചെടുത്തിട്ട് അതിനകത്തുള്ള ബ്ലഡ് ഓക്സിജൻ സെൻസറിനെ മാറ്റിയിട്ട് ആപ്പിളിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ബ്ലഡ് ഓക്സിജൻ സെൻസറും അതേപോലെ അൽഗോരിതം വെച്ചിട്ട് വിൽക്കുക. പക്ഷെ അതിനെന്തായാലും ആപ്പിൾ പാടുപെടും, കാരണം ഇത്ര പെട്ടെന്നൊന്നും ആപ്പിളിന് ആ ഒരു കാര്യം റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. സോ ന്യായമായിട്ട് ആപ്പിളിന് ചെയ്യാൻ പറ്റുന്നത് തലകുനിച്ച് മാസിമോ കമ്പനിയോട് പറയാം, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾക്ക് ഇത്ര ഡാമേജുകൾ വന്നു, ഈ ഡാമേജുകൾക്കെല്ലാം ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. കൂടാതെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് ലൈസൻസ് ഞങ്ങൾക്ക് വിൽക്കും, ഞങ്ങളൊരു ഫീ കൊടുത്ത് ആ ഒരു ലൈസൻസ് മേടിച്ചിട്ട് നിങ്ങളുടെയാണ് ആ ഒരു സെൻസർ എന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞ് ആ ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് വിൽക്കാം എന്നുള്ളത്. പക്ഷെ മൈ ഡിയർ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആപ്പിൾ ഒരു മാസിമോ പോലത്തെ കമ്പനിയുടെ മുന്നിൽ തലകുനിച്ച് ലൈസൻസിനും അതേപോലെ തന്നെ പൈസ കൊടുത്ത് അവരുടെ പേര് കൊടുത്ത് ക്രെഡിറ്റ് കൊടുത്ത് വിൽക്കുമെന്ന്? എന്തായാലും US ആണ് ഈ ഒരു സെയിൽ ബാൻ ചെയ്തേക്കുന്നത്. വലിയ പിടിപാടൊക്കെയുള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തർക്കിച്ചോ എന്തെങ്കിലും രീതിയിൽ ആപ്പിൾ ഒരു വഴി കണ്ടുപിടിക്കും. എന്തായാലും നമ്മുടെ ആപ്പിളിന്റെ സ്റ്റോക്കൊക്കെ കുത്തനെ ഇടിഞ്ഞിരിക്കുവാണ്. പ്രത്യേകിച്ച് ആപ്പിൾ പ്രതീക്ഷിക്കാത്തൊരു അടി കിട്ടിയത് ഈ ക്രിസ്മസ് സമയത്താണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ സമയത്ത് ആപ്പിളിന് 2 സാധനം വിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചു കൊടുത്തു നമ്മുടെ മാസിമോ. അപ്പോൾ അതാണ് നമ്മുടെ ആപ്പിൾ വാച്ചിന് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം.